അപ്പോൾ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും അതിലേക്ക് ഓടൂല ഇങ്ങനെ പിടിച്ചതാണ് എന്നെ. അപ്പോൾ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നത് സാനുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് സർപ്രൈസ് ആയി കൊടുക്കാൻ പോവാണ്. ഉറപ്പോളം എന്തായാലും നമ്മളെന്തായാലും പക്ഷെ ഓക്ക് അറിയാം നമ്മള് വരും. നമ്മളെല്ലാ ബർത്ത്ഡേക്കും ഓൾക്ക് ഓളെ വീട്ടിലേക്ക് വരും നമുക്കറിയാം. അപ്പൊ എന്തായാലും നമ്മൾക്ക് പോവാ. എന്നോട് വലിയ ഡയലോഗ് അടിച്ചു വണ്ടി ഓടിക്കാൻ അറിയുന്നുള്ളു. ഓൻ തന്നെ തന്നെ ഭയങ്കര സെറ്റാ. അല്ലാ വലിയ സംഭവമായിട്ട് വളച്ചെടുത്ത് ഞാൻ അവിടെ കൊണ്ടുപോയി കയറ്റിന്നുള്ളത്. അവിടെ ആ ഗ്യാപ്പിൽ അവിടെ കൊണ്ട് കയറ്റേണ്ടിയിരുന്നു. കേറി കേറി വണ്ടി എടുക്കും മുന്നോട്ട് കേറു. സാലൂന് ഇപ്പൊ ഇവിടെ കണ്ടി ഉമ്മച്ചെന്താ പിടിച്ചിരിക്കണ വയ്യേ. ഇതിപ്പോഴും എന്റെ വണ്ടി കാറിൽ കയറാൻ പേടി. എന്റെ കൂടെ കാറിൽ കയറാൻ പേടിയല്ലേ? അങ്ങനെ പറയും സാലു. എന്റെ കൂടെ കാറിൽ കയറാൻ പേടിച്ചിരിക്കണോക്ക. എന്റെ കൂടെ കയറുമ്പോഴല്ലേ സാലു ഡ്രൈവ് ചെയ്യുമ്പോ വെച്ച് സ്വലാത്തൊക്കെ ചൊല്ലിക്കാണ്ടിരിക്കല് അവസ്ഥ. സോ എന്തുകൊണ്ട് അമ്മ സ്വലാത്തിലിടുമ്മ? അമ്മച്ചി എന്തുകൊണ്ട് സ്വലാത്തിലിടണേ? അല്ല സാലു ഓടിച്ചു പോകുമ്പോ എന്തിനാ ചെല്ലണ്? സാലു വണ്ടി എടുത്താല് അപ്പം അമ്മച്ചി പറയും വാവേ ചോടിച്ചോ ജിജി സൈഡാക്കാൻ പറഞ്ഞ അങ്ങനെ ഓരോന്നിനാ. അല്ലെങ്കിൽ എല്ലാ ആവശ്യത്തിനും നമ്മളെ വേണം അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും. അങ്ങനെ പറയരുത് വാവേ. ഇപ്പഴാവുന്നില്ലല്ലേ പത്തോ പ്രോ ഡ്രൈവറായി. ഉള്ളില് തോന്നുന്നുണ്ട് ചുണ്ടറങ്ങണ്ട്. ഞാൻ ആര് വണ്ടി കയറിയാലും ഏത് വണ്ടി കയറിയാലും ഞാൻ ചെല്ലാൻ അപ്പൊ നമ്മള് ഇൻഷാല്ലാ അപ്പം തിന്നാന് അതാണല്ലോ നമ്മൾ എടുക്കല്. കൽത്തപ്പം നെയ്യപ്പം സാനുന് എന്തായാലും നമ്മള് വരുന്നേ അത് കാത്തുക്കാവോ. ഓള് എന്തായാലും വ്ളോഗില് പറയൂ സാനു ഞങ്ങള് വരുന്ന കാത്തുക്ക ഞങ്ങള് വരും നല്ല ഉറപ്പാണെന്ന് പറയും. ഉറപ്പാ പറയും. ഇന്നലെ വരെ ഒരു ഒന്നുമില്ല. പക്ഷെ ഇന്നലെ സാധനം വിചാരിച്ചു ഇന്നലെ അവള് ഇവിടെ നിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നൈസായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു. പക്ഷെ അപ്പൊ ഉമ്മച്ചറിഞ്ഞ് ഇപ്പളാ അവിടെ പിന്നെ അങ്ങോട്ട് പോകണ്ട. ബറാത്തായോണ്ട് പിന്നെ അങ്ങോട്ട് പോകണ്ടീനല്ലോ. നേരത്തെ പോണോ ചോദിച്ചിട്ടാ നമ്മള് കേക്ക് അടിപൊളിയാക്കിട്ട് മുറിക്കാന്നുള്ള മൈൻഡ്. പക്ഷെ പെട്ടെന്ന് നമ്മള് പോകുന്ന പറഞ്ഞപ്പോ ഗേറ്റ് അടച്ചോളാം. ഗേറ്റ് അടവുണ്ടോ? സമാധാനം. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഓക്കെ ഒടിയട നല്ല ഒടിയട മണ്ട. ഇവൻ എന്ത് കളിക്കണേ? പടച്ചോനോടെ കല്ലൊന്നും ഇല്ല. ഞാൻ അതിനല്ല എന്ത് അത് നേരെ മതിമ കൊണ്ട് കേറ്റിക്കോ. ഒലക്കാണ്. എക്സൈറ്റഡ് ആവുക. പ്രോ ഡ്രൈവറാണ്. ഹെഡ്ലൈറ്റ് ഓഫ് ആക്കണ്ട കിട്ടും. ഇറങ്ങി പോകും. തുറന്നു പിടിക്കും. നിങ്ങൾ എന്ത് സ്വഭാവമാണ് അങ്ങനെ. സാനുമോളെ വിട്ട അവിടെ ഫുഡ് അടിയാണ്. ഫുഡ് അടി ടൈം എടുക്കാൻ പോര്. ഇഞ്ഞെന്ത് കാണല് മൊയ്തളിക്ക പൂട്ടി പോയതുകൊണ്ട്
Who come first? ഹാപ്പി ബർത്ത്ഡേ. ആടുപോനി ആടുപോനി അതാവും കാറും പുള്ളിക്കറികളി നോക്കി നല്ലടല്ലേ ഫോണ്ടടിയിലാണ് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേക്ക് വന്നതാണ്. ഹാപ്പി ബർത്ത്ഡേക്ക് വന്നത് എല്ലാരും കൂടി എത്തി ഹാപ്പി ബർത്ത്ഡേക്ക് വന്നത്. നമ്മള് വന്ന് കണ്ടിട്ട് തുറക്കാൻ വേണ്ടി വന്നു. എന്തിനും ഖുറാനത്തിലാ അതാരാ അത് പുച്ഛം നമുക്ക് പുച്ഛാണ്. അതുഷേ അതുഷേ ഷെൽഫി എടുക്കാനാ ഷെൽഫി എടുക്കാം. ഹലോ ഗൈസ് ഇറക്കാം. ഹലോ ഇന്നലെ ഹലോ ഗൈസ് പറഞ്ഞിട്ട് കരച്ചിലേനി. നിങ്ങളെന്താ മിന്നാമിന്നാണ് ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ. അൽത്തില്ല തിരുവനന്തപുരത്ത് കളക്ടറേറ്റിൽ പോയതോ അല്ലേ? ഇനിയിപ്പോ എത്തിയാ പോയില്ല പറ്റ പോയി. ആ അടിയുണ്ട്. അത് മോനെ തൊള്ള കിട്ടുക അതിനെന്താ കൊടുക്കാം കൊടുക്കണേ നോക്കുന്നത്. ഹലോ മനസ്സിലായില്ലേ? ഞാർക്ക് കീഴുമ്പോ കൊണ്ടാ Happy birthday to you. Happy birthday to you. Ini satu. അതൊക്കെ ഇതൊക്കെ തരിക ഇതൊക്കെ തരിക അതൊക്കെ തരിക
മറ്റു കൊടുക്കും മറ്റു അതിന് കുറച്ച് കൊടുക്കി അതിനെടുത്തേക്കാ ഒരു നുള്ളി ഒരു നുള്ളി ആരൊന്നും തരില്ലല്ലോ. സന്തോഷം കേട്ടോ. ഇപ്പൊ സന്തോഷം. ഇത് ടേസ്റ്റ് ഉണ്ടല്ലോ. അത് ഇത് ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് രസമുണ്ടല്ലോ. കൊടുത്തോളി സാധനം കുറച്ച് കൊടുത്തോ. അതിനിപ്പോ എന്തോ പോതിന് ഇവിടെ ആക്കിയാ പാവം പോലെ നിക്കട്ടെ എന്നും കുറച്ചൊക്കെ കൂടെ കിട്ടുമെന്ന്. അത് ഓന്റെ കണ്ണോടുക്കൊക്കെ എന്റെ കൈമക്കാ. എടാ തക്കടാ ചെല്ല് 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 1 by 1 ചെല്ലും. ശരി ചെല്ലേ. എന്താ മടി ഇതിലെ വന്ന് ഇതിലെ പോ തോഫയാണ്. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. ശരി വാ ശരി വാ വാ ശരി എന്തിങ്ങനെ ഓടെ ഞാനില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇടുള്ളൂ, യൂട്യൂബിൽ ഇടുള്ളത്. ഞാൻ കൊടുക്കേ ഞാൻ കൊടുത്തു അതാ നീ ബാക്കിയാ മുത്തോളാം. ഓ വലിയ ഗിഫ്റ്റ്. എന്താ സ്കെയിലും പെൻസിലും അത് വെറുതെ പാവം പോലെ നടിക്കാണ്. അല്ലല്ല നേരത്തെ പാവം പോലെ നിന്നപ്പോഴാണ് അവർക്ക് കിട്ടിയത്. എനിക്ക് മതിട്ടാ മതി. മൂന്നാമത്തെ കഷ്ണം മതിയാണ്. മൂന്നാമത്തെ കഷ്ണം ഒരു കഷ്ണം തിന്നു. ആര് അതോ നിങ്ങളില്ലേ? നിങ്ങൾ ഓർത്തണ്ട. നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഇതുവരെ പോയി ടെസ്റ്റ് ചെയ്തിട്ടില്ല. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ കുടുങ്ങിയല്ലോ. അതുകൊണ്ടാണ് ഉണ്ടാ ഒരു പാത്തു തീർക്കുന്നല്ലേ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളേ? പറയേ. ഈ വിലയേറിയ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളേ? പറയേ എന്താ പറയാനുള്ളേ? പറയൂ മിസ്റ്റർ പറയൂ. കടിച്ച് മുട്ടി പിടിച്ച് വിളിച്ച് ഇത് കൂടോ. കടിച്ചോട് പെച്ചിനെ കടിച്ചോട്. അപ്പോൾ സാനിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട വാപ്പാക്കും ബഹുമാനപ്പെട്ട ഉമ്മക്കും എന്താ പറയാനുള്ളേ? ബഹുമാനപ്പെട്ട വരെ ഇരിക്കുന്നു. സ്വാഗതം. അപ്പോൾ 2 മൈക്ക് ഇന്ത്യയിൽ തന്നതിന് നന്ദിയുണ്ട്. അപ്പം ഹാപ്പി ബർത്ത്ഡേ മൈ സിസ്റ്റർ. എല്ലാരും പറയുന്നതിൽ എത്ര അപ്പം പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. കൊറേ അപ്പം ഉണ്ടാവും. അടുത്ത ആള് പറയും. ഹാപ്പി ബർത്ത്ഡേ. ഒരു ഉമ്മടുത്താളാ. അയ്യേ ഇവര് മറ്റേടാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ അവിടെ മറ്റേ വീഡിയോയിൽ കിട്ടണം. അപ്പൊ ഓക്കെ ഇന്റെ കഴുത്ത് ഇങ്ങനെ അളങ്ങണല്ലേ. എന്നിട്ട് ഉമ്മച്ചിക്ക് എന്താ ചെയ്യാ? എന്തത് ഭീകരമാരോ?
എന്നിട്ട് ഉമ്മച്ചി ഇങ്ങോട്ട് ഓരോന്ന് പറയാം എന്റെ കൂടെയാണ് ടൈറ്റ് ആയി കൂടെ കുഞ്ഞ മുങ്ങുക്ക വണ്ടിട്ടാ ഞാൻ മുമ്പ് കേട്ടെ സ്ക്രൂ ടൈറ്റ് ആയി സ്ക്രൂ ടൈറ്റ് നല്ല പോലെ കിട്ടും ഞാൻ ഇരുന്നാലല്ലേ അതെന്റെ അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നോ നല്ലപോലെ കിട്ടും പോലീസിനെ. കേട്ടെ ഇജു കേട്ട് തിരിഞ്ഞത് അപ്പൊ നല്ലപോലെ കിട്ടുന്നു. ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ക്ലാസ് ചളി ഷൈലന്റെ തൊള്ളന്നേ വരുള്ളൂ. നമ്മളെ വീട്ടിലത്തെ ഓസ്കാർ ഓസ്കാർ ബ്ലാക്ക് വേണമെങ്കിൽ അന്റെ ചീറ കഴിഞ്ഞാ ക്ലാക്ക് എന്ന് പറഞ്ഞാ എന്താ അറിയോ? ക്ലെയർ എന്താ അറിയോ? അത് ക്ലെയർ എന്താ അറിയോ? ഏത് സാരോ? അതല്ല ക്ലേ മണ്ണാണ് ട്ടാ. അല്ല ഓള് ക്ലേക്ക് എന്നാ പറഞ്ഞേ. മെസ്സേജ് അയക്കി പറയാൻ നിക്കേനി. അല്ല ഞാൻ ചളിന്റെ കാര്യം പറഞ്ഞപ്പോ ഓള് ക്ലേ വേണമെങ്കിൽ എന്ന് പറ, അതായത് മണ്ണ് വേണമെന്നുണ്ടെങ്കിൽ ഇമ്മച്ചിരിക്കണോക്കാ. ഇമ്മച്ചില്ലേ പോത്തിനോട് പോയത് കാര്യമില്ല അറിയില്ല. അതേത് പോത്ത്? മനസ്സിലായതാ സാലുവോ? സാലുവാ അന്നെ പോത്തേന്ന് പോത്തിനെ കണ്ടിട്ട് ഓടിയ ടീമാ. ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആരാ പറയണേ? ഇജ്ജ് പോയിട്ട് പോത്തിന് ഉമ്മ കൊടുക്കും. വണ്ടി പിടിച്ചോട്ടാ വണ്ടി പിടിക്ക് സാല വണ്ടി പിടിക്ക്. ചായയുടെ വർത്തന ചായയിലെ പോയിട്ട് ഉമ്മ കൊടുത്ത് പോത്തിന്. ഞാൻ അടുത്ത് പോയിട്ടില്ല. ഇജ്ജ് പോവാ. ഞാൻ വെള്ളം കൊടുത്താ കൊടുത്താ വെള്ളം കൊടുക്കേ. ആ വീഡിയോ കാണണ്ടേനി. ഏത്? ഞാൻ കണ്ട വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കണ്ടേ. വീഡിയോ അല്ലാതെ ശരി. അത് ശരിക്കും ഷായില ശരിക്കും നല്ല വൃത്തിക്ക് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. നല്ല രസമുണ്ടായി. പോത്തിന് വെള്ളം അവിടെ മര്യാദക്ക് വെക്കാതെ ഓടി. പറച്ചില് കേട്ടോളാം പോത്തിനെ. ഇപ്പച്ചിനുണ്ട് എവിടുന്നോ വിളിക്കുന്നു. ഇപ്പ വരികയാണ് വീഡിയോ സാലോ. ഇപ്പൊ ഉറങ്ങാണ്. രണ്ടാമത്തെ പെച്ച് കളിച്ച് പാത്രം എടുക്കാൻ പായന പാച്ചില്ല. പോത്തവിടെ പുല്ല് തിന്നോണ്ട് കഴിച്ചില്ല. അല്ല പുല്ല് വരെ ഉണങ്ങി പോയിട്ടുണ്ടോ? കേട്ടേ ഇന്നവിടെ പുല്ല് വളക്കൂല. ഓടി ഭാഗത്ത് പുല്ല് പോലും വളക്കൂല. ചളിയാണ്. ബ്രേക്ക് കൂട്ടിയേ വീട് പോണ്ട വെച്ചിട്ട് ബ്രേക്ക് ചവിട്ടാളെ വീട് പോണേ. അപ്പൊ ഇങ്ങനെ ചവിട്ടി ബ്രേക്ക് എന്താക്കാളേ? ചവിട്ടാനുള്ള ഞാനത് കേട്ടത് തിന്നാനുള്ളത്. നമുക്ക് പോണ പേര് ബഡ്സ് വാങ്ങണം. ബഡ്സാ ആർക്കും ചെവിയാക്കൂല. അനക്കടക്കം സമ്മതിച്ചല്ലോ. ഞാനും ഇടക്ക് കേൾക്കണ തെറ്റല്ലോ. അല്ല ഓള് പറഞ്ഞത് തന്നെയാണ് മോനെ. എന്താ പറയാ, ഓൾക്ക് ഇടക്ക് ചൂട് വെക്കൂല എന്നുള്ളത്. എനിക്കല്ല, എനിക്ക് ഇപ്പൊക്കെ സാലുവിന് എല്ലാവർക്കും ഉണ്ട്. സമ്മതിച്ചല്ലോ. പിന്നെ അന്നാരി സമ്മതിക്കാം. അൽഹംദുലില്ലാ. ഇമ്മച്ചി വിളവത്തിയാണ്. അത് ഇങ്ങക്ക് അറിയാനിട്ടാ. എന്താ ലോക വിളവത്തിയാ. കാരണം ഞമ്മക്ക് അറിഞ്ഞിട്ട് 10-28 കൊല്ലായില്ലേ. 28 അങ്ങനെ പറയത്തിട്ടാ. പലവും തെറ്റിദ്ധരിക്കും. 29 വയസ്സായില്ല. അപ്പൊ 28 അങ്ങനടി മാർച്ചിൽ 29 ആയില്ലേ. അപ്പൊ ഉപ്പച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 28 ഒന്നും അറിയണ്ട. ഇങ്ങക്ക് 29 വയസ്സായി. എനിക്ക് 29. ഓക്കെ, ഞാൻ സമ്മതിച്ചു. 30. അനക്ക് എത്ര തോന്നിക്കുന്നുണ്ടെന്ന് എല്ലാരും പറഞ്ഞത് 25 അല്ലേ? കല്യാണത്തിന്റെ അന്ന് തന്നെ പറഞ്ഞിട്ട് 2-3 ആൾക്കാര്. പൈസ കൊടുത്ത് പറയും. ഞാൻ പൈസ കൊടുത്ത് അറിയിപ്പിച്ചൊന്നുമല്ല. ഇതെന്തത് ഒളിച്ചിക്കണ്? കല്യാണത്തിന് വയസ്സറിയാൻ സാനുവിന്റെ ഫ്രണ്ട് ഷായില കണ്ടിട്ട് പറയാ അപ്പൊക്ക് എത്ര വയസ്സ്? 25 സാനുവിന്റെ ഏതോ ഫ്രണ്ട്. വേറൊന്നുണ്ട്. സായിലാനെ കണ്ടിട്ടേ അതേതോ കുട്ടീന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു എന്റെ മരോളാന്ന് പറഞ്ഞു. അപ്പൊ മുണ്ടാതെ പോയി. ചെറിയ മോളായിട്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും ഓർക്കൂല. എന്താ കൊടുത്തു പച്ചക്ക്? ഞാൻ കൊടുത്തില്ല. ഈ കേക്ക് മാത്രം ഞാനിപ്പോ കൊടുക്കല്ല. എന്തോ കൊടുത്തു. അതല്ല, ഓള് തിരുമ്പോ എന്നോടൊന്ന് ചോദിച്ചില്ല. ഇവിടെ ഏത് സ്കൂളാ പഠിക്കുന്നത്? ഇവളെ ഏത് സ്കൂളിലാ പഠിപ്പിക്കണെന്ന് ഏറ്റോ ചോദിച്ചിട്ടുണ്ടാവുക. അല്ലാതെ ഉമ്മ കേട്ട് വെച്ച പഠിപ്പിക്കണെന്ന് ചോദിച്ചത്. പഠിപ്പിക്കണല്ല, കേക്ക് തരില്ല.
ടീച്ചറായിട്ട് ഇവിടെ പോകും. അല്ല ഓള് തിരുമ്പേ അപ്പൊ തിരുമ്പുമ്പോ എന്നോട് വെച്ച് മോള് എത്തല്ല പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓളെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മള് പൊലിവ് എന്താ വിളിച്ചിരിക്കുന്നത് സാലൂനെ കണ്ടിട്ട് ഏട്ടനാണോ ചോദിച്ചത്. അതിനെന്താ ചെയ്യണേ? ചിരിക്കണപ്പോ എല്ലാരും അല്ല. എല്ലാരും ചിരിച്ചു കൊടുത്തോ? ചിരിച്ചു. എല്ലാരും ചിരിച്ചു കൊടുക്കും. ചിരിച്ചു. എല്ലാരും വർത്താനം കേട്ടോ എല്ലാരും കുറച്ച് ഓറ കൂടി എമ്മ വേണ്ട. എന്തോ കൂടി ഉദ്ദേശിച്ചിട്ട്? എന്ത്? വലിയ ഉറവ് മേടിച്ചിരുന്നു. ഇതെന്താ ഉദ്ദേശിച്ചേ? ഇത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലായില്ലോ. എനിക്ക് മനസ്സിലായില്ല. ഇക്കാക്ക് മനസ്സിലായോ? കല്യാണത്തിന് പോകും. ഗ്രാഫ് കൂടിയാണ്ട് അന്റെ ദമ്മ് കൂടിയെന്ന്. ഏയോ ആറയോ അതാ ഉദ്ദേശിച്ചേ. കവറാണ്. ഉമ്മച്ചി മനസ്സിലായില്ലല്ലോ മാ. അത് ഒരു സാധനമാണ്. നിങ്ങളെത്തത് പിടിച്ചിരിക്കണേ? ഗേറ്റും കൂടി അടിച്ചിട്ട് ചായ ഏറ്റവും അടിച്ചില്ലെങ്കിൽ തീർന്നീനി. എന്താ ഞാൻ ട്രെയിന് കലക്കാൻ പോവാ. വെക്കൂ ചെയ്യും. മറ്റേ ഇവിടെ ഉള്ള അമ്പടാ ഇത് പുതിയ ഇട്ടാണല്ലോ. ഇപ്പൊ ഇട്ടാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോല്ലേ ഇങ്ങോട്ട് വന്നപ്പോ അങ്ങോട്ട് പോകുമ്പോണ്ട് ഇല്ല അങ്ങോട്ട് പോകുമ്പില്ല. ഉണ്ടേനി ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടേനി അത് പറയാ. വണ്ടി ഇത് തൊള്ളേക്കോല്ലേ എന്തിന്റെ തൊള്ളേക്കുമാ? അതാ ഗുദാമിന്റെ ഇതിപ്പോഴ് അങ്ങോട്ട് പോകുമ്പോ നമ്മള് കണ്ടിരുന്നത്. അതിന് വെറുതെ പറഞ്ഞില്ല. ഇന്ന് ആരാ എന്നോട് ചോദിച്ചു നമ്മളത്തെ SMM ന്റെ SSM ആ? SMM ആ. എന്താ വെച്ച് കംപ്ലീറ്റഡ് ആണോ? അതെന്റെ മൂത്തച്ചാണോ നീ പറയാ. ടോപ്പായി. ടോപ്പായി. സായില ടോപ്പായി. അപ്പൊ ഓക്ക് എത്ര വയസ്സുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്റെ ഇമ്മേ നമ്മളെ പ്രായമായിട്ടുള്ളൂ ഞാന്നൊക്കെ അറിയണേ. ഞാൻ വിചാരിച്ചു നല്ല പ്രായം ഉണ്ടെന്നല്ലേ. ആരാ ചോദിച്ചേ? ക്യൂട്ട് കുട്ടീന്ന്. ക്യൂട്ട് കുട്ടിതാ. ക്യൂട്ട് തള്ളാതായിട്ടായിരിക്കും. അങ്ങനെ പറയരുത്. എന്താ എന്റെ പെണ്ണുകൾ ഇങ്ങനെ ഇതാക്കണേ? ഓള് ഇന്റെ മോട്ടർ ആക്കിട്ടല്ലേ പിന്നെ ഞാൻ ഓളെ മോട്ടർ ആക്കണ്ട. എന്തിന്? എന്റെ എപ്പോഴും മോട്ടർ ആക്കല്ല. ഓളെപ്പോഴും പറയും നിങ്ങള് പ്രായം കൂടിയിരിക്കണെന്നൊക്കെ പറയും. ഞാൻ എപ്പോഴാ അറിയാ? ആ ഞാൻ പറയലും എനിക്കിപ്പോ സ്റ്റിൽ 28 റണ്ണിങ് ഉള്ളത്. എനിക്ക് മാർച്ച് എത്തണം 29 ആണെങ്കിൽ. അപ്പോൾ ഓള് പറയും നിങ്ങൾക്ക് 29 അറബി മാസം പ്രകാരം 30 കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയും. അത് കാക്കേ പറഞ്ഞു. ഇജനെ പറയണോട് ഇന്നലെ കാക്കേ പറഞ്ഞു അറബി വേഷം. അറബി വയസ്സ് അറബി മാസ പ്രകാരം കാക്കക്ക് ഇപ്പൊ എന്താ 30 ആയിട്ടുണ്ടാവും. 30 ആയിട്ടാവില്ലമ്മ. 30 വയസ്സ് പഠിച്ചവനെ ജീവിതത്തിന്റെ പകുതിയിലേറെ കഴിഞ്ഞിട്ടുണ്ടാവും. 50 വയസ്സൊക്കെയാണ് അല്ലാതെ തന്ന ആയുസുണ്ടെങ്കിലോ ഇൻഷാ അല്ലാ. ഓ അങ്ങനെ പുരയിലെത്താനായി. അപ്പൊ ഗൈസ് ഗുഡ് ബൈ.